കാറിലുള്ള പെയിൻറ്റിനെ അതിൻ്റെ ഹാർഡ്നെസ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു 3 തരം കാറ്റഗറിയായിട്ട് തിരിക്കാം. ഹാർഡ് പെയിൻറ്റ്, മീഡിയം ഹാർഡ് പെയിൻറ്റ്, സോഫ്റ്റ് പെയിൻറ്റ്. പെയിൻറ്റുകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. പക്ഷേ ഇവിടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുള്ളത്. കാർ ബ്രാൻഡുകളിൽ ചിലതിന് ഹാർഡായിട്ടുള്ള പെയിൻ്റ് ആയിരിക്കും, ചിലതിന് മീഡിയം ഹാർഡ്നെസ് ഉണ്ടാവും, ചിലതിന് സോഫ്റ്റ് പെയിൻ്റ് ആയിരിക്കും. ഫോക്സ്വാഗൺ, BMW, Audi, മെഴ്സിഡസ് അങ്ങനെയുള്ള മിക്കവാറും എല്ലാ ജർമ്മൻ കാറുകൾക്കും ഹാർഡായിട്ടുള്ള പെയിൻ്റ് ആയിരിക്കും. ടാറ്റ, മഹീന്ദ്ര, പോർഷ, ഫെറാറി അങ്ങനെ കുറേ ബ്രാൻഡുകൾക്കൊക്കെ മീഡിയം ഹാർഡ്നെസ് ആയിട്ടുള്ള പെയിൻ്റാണ്. പിന്നെ ജാപ്പനീസ് ബ്രാൻഡുകളായിട്ടുള്ള ഹോണ്ട, ടൊയോട്ട, ലെക്സസ്, സുസുക്കി ഇങ്ങനെയുള്ള കുറേ ബ്രാൻഡുകൾക്കൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള പെയിൻറ്റ് ഫിനിഷാണ്. കാറുകളിൽ കോട്ടിങ്ങിന് വേണ്ടി പോളിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹാർഡ്നെസ് അനുസരിച്ചിട്ട് വേണം പോളിഷ് ചെയ്യാൻ. കാറുകളിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളതിൻ്റെ പെയിൻറ്റിൻ്റെ ഹാർഡ്നെസ് മനസ്സിലാക്കും. അതിന് അനുസരിച്ചിട്ടാണ് ഞങ്ങളതിൽ പോളിഷിങ് ചെയ്യുക. ഈ ഹാർഡായിട്ടുള്ള പെയിൻറ്റുകളിൽ എളുപ്പത്തിൽ സ്ക്രാച്ച് വരില്ല, പക്ഷേ അതിൽ വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഹാർഡ്നെസ് നോക്കി പോളിഷിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടും കിട്ടും, ഒരിക്കലും പെയിൻറ്റ് ഡാമേജ് വരില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ടാഗ് ചെയ്യൂ.